ശ്രീ ഒ ജയരാജൻ, പക്ഷേ ഈ ദൗത്യത്തിന്റെ സമ്മർദ്ദം ആനയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഈ ആളുകളുടെ ബഹളം, ഈ വാഹനങ്ങൾ, ഉദ്യോഗസ്ഥർ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതിനൊട്ടും പരിചിതമായ പരിതസ്ഥിതി അല്ലല്ലോ. ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ തവണയാണ് ഈ സമ്മർദ്ദങ്ങളെ മുഴുവനും അതിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒപ്പം ഈ മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങളും. ഇത് നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറയുന്നത് നമുക്കിതിനെ പിടികൂടിയിട്ടല്ലേ പരിശോധിക്കാൻ കഴിയൂ, അല്ലാതെ ഫോണിൽ വിളിച്ച് രോഗിയോട് അന്വേഷിക്കുന്ന പോലെ അന്വേഷിക്കാൻ കഴിയില്ലല്ലോ എന്നാണ്. ശരിയാണ്, പക്ഷേ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന ജനവാസ മേഖലയിൽ വരുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നേരത്തെ CR പറയുന്നു, അരിക്കൊമ്പനെ പോലെയോ മറ്റ് ഒരു വന്യമൃഗങ്ങളെയും പോലെയല്ല, അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഈ ഒരു മാസ കാലയളവിനുള്ളിൽ ഒരു തവണ ഡാറ്റ ചെയ്തൊരു ആനയാണ് എന്ന വിവരമെങ്കിലും നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. ഈ സമ്മർദ്ദങ്ങളെ, ഈ ഡോസേജിനെ ഒക്കെ താങ്ങാൻ കഴിയാത്ത ഒരു ആനയാണ് എന്ന ഒരു 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 കരുതൽ ഉണ്ടാകാതെ പോയോ എവിടെയെങ്കിലും? അതിനു മുൻപ് ഒരു 2 മിനിറ്റ് എനിക്ക് വേണം നമ്മുടെ വയനാടിലെ നിസ്സഹായരായ ജനങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി. അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. 1985 അവിടെ വൈൽഡ് ലൈഫ് ഡിവിഷൻ വന്നത്. അതിനു മുമ്പ് 1973 മുതൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലും വൈൽഡ് ലൈഫ് ഡിവിഷൻ വന്നത് 1985 അന്ന് ഞാൻ അവിടെ ഉദ്യോഗസ്ഥനാണ്. അന്നത്തെ ജനങ്ങളും ഇന്നത്തെ ജനങ്ങളായിട്ട് വളരെ വ്യത്യാസമുണ്ട്. കാരണം അവർ 2 കൈയും കൂട്ടി സ്വീകരിച്ചതായിരുന്നു ഈ വൈൽഡ് ലൈഫ് ഡിവിഷനും ഈ വൈൽഡ് ലൈഫിൻ്റെ പരിപാടികളും ടൂറിസം വരാനുള്ള സാധ്യതകളും അതുമൊക്കെ ആയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ വർഷം തന്നെ വൈൽഡ് ലൈഫ് വീക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ ജനങ്ങളും ഞങ്ങളുമായിട്ടൊരു വാഹനജാഥ പോലെയായിരുന്നു ബന്ദിപ്പൂർ വരെ പോയിരുന്നത്. അവിടെ നിന്ന് ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് അത്രയും സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നാണ്. അതേ ജനങ്ങൾ 1990 ഒരു സംഭവത്തിന് സാക്ഷികളായി. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, മേരി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ, അവളെ വീട്ടിൻ്റെ അടുത്ത് കാട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറം മേരി പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുക. കാലത്ത് 6 മണിക്ക് ആ കുട്ടിയെ ഒരു മോഴയാന വന്നിട്ട് ചവിട്ടി മെതിച്ചു കളഞ്ഞു. അപ്പം അന്ന് ഈ പറഞ്ഞ മാതിരി വിവരം ഫോറസ്റ്റിൽ അറിയിച്ചിട്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചിട്ട് എന്തോ അവർ പെട്ടെന്ന് വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് തോന്നിയപ്പോൾ ജനങ്ങളാകെ ഇളകി. കംപ്ലീറ്റ് ബത്തേരി ടൗൺ മുഴുവൻ ബ്ലോക്കാക്കി. കലക്ടറും SP അവിടെ വന്നു, അവരെയും ബന്ദികളാക്കി വെച്ചു. അവസാനം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്ന് അവരുടെ പ്രഷറിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ കൊണ്ട് ഈ ആനയെ പ്രോസ്ക്രൈബ് ചെയ്യാൻ, ഈ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വാങ്ങിച്ചു. അങ്ങനെ 2-ാം തീയതി മറ്റോ സംഭവം. 5-ാം തീയതി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന് ഈ ആനയെ കാട്ടിനകത്ത് പോയി വെടിവെക്കേണ്ടി വന്നു. അന്ന് ഞാനും അതിന് സാക്ഷിയാണ്. ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. വേറെ പുറത്തുനിന്ന് ആരുള്ള വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രം പോയിട്ട് 16 ആനകളുടെ നടുക്കുന്ന് ഈ മോഴയാനയെ ഒറ്റപ്പെടുത്തി അതിനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം പോലും വയനാട്ടിലുണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ടാവുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട പരിഹാരം കിട്ടുന്നില്ല. ഈ 2021 തോന്നുന്നുണ്ട്, ഒരു റേഞ്ച് ഓഫീസറെ 2 തവണ കടുവ ആക്രമിച്ചു. 2 തവണ ആക്രമിച്ചിട്ട് അത്ഭുതകരമായ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല, ഇതിൻ്റെ ശേഷം എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് 3 ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരും, അതായത് കേരള, കർണാടക, തമിഴ്നാട് 3 ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഒരുമിച്ചിരുന്ന് ഇതിന് വേണ്ടിയിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കണമെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു. 3 വർഷമായി ഇതുവരെ നടന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ CR പറഞ്ഞതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ചോദിക്കുന്നില്ല. അതിനായിട്ട് സ്പെഷ്യൽ ഒരു സോൺ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ, വയനാട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യാസമായി വയനാടിനെ ഒരു സ്പെഷ്യൽ മിറ്റിഗേഷൻ സോൺ ആക്കണമെന്നാണ്. കാരണം അവിടെ എന്നും നിരന്തരം പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. സാധാരണ പോലെയുള്ള രീതിയിലാണ്. നമുക്കറിയാം, ട്രഷറിയിൽ പൈസ ഉണ്ടാവില്ല, അവർക്ക് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഒരു പ്രത്യേക ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയിട്ട്, അല്ലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഫോറസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനും അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. അത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്.
അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയാവുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ കാര്യത്തിൽ നമ്മുടെ തണ്ണീർ കൊമ്പനിലേക്ക് വരികയാണെങ്കിൽ ചെറിയ പാളിച്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലേ? കാരണം ഇന്ന് തന്നെ നമ്മൾ പാനലിൽ ഇരിക്കുന്ന ആൾക്കാർ, ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, സർവീസിലിരിക്കുന്ന ഒരാളും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. അറ്റ്ലീസ്റ്റ് ഒരു പ്രസ് റിലീസെങ്കിലും ഇടാമായിരുന്നു. ഉണ്ടാകുന്ന എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം വനം വകുപ്പ് ഒരു റേഡിയോ കോൾ ചെയ്ത ഒരു ആന, ഏത് വനം വകുപ്പായാലും സംസ്ഥാനം കർണാടക ആയാലും ഇതായാലും അവരത് മോണിറ്റർ ചെയ്യണം. അത് കേരളത്തിലോട്ട് കടക്കുമ്പോൾ കൃത്യമായിട്ട് അവർ അറിയിച്ചിരിക്കണം. അത് അറിയിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഇന്ന് ഈ ചർച്ചയിലിരിക്കുമ്പോഴും കേരള ഗവൺമെൻറ്റിന്, കേരള വനം വകുപ്പിനെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടോ അറിയുന്നില്ല. ഒരു പാൽക്കാരൻ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയത്. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ഈ ട്രാങ്കുലൈസ് ചെയ്ത് ട്രാൻസ്ലൊക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണ്, ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ നേരത്തെ അരിക്കൊമ്പിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരുപാട് PIL ഹൈക്കോടതിയിൽ വന്നു. ഇതിനെ ഒരിക്കലും ട്രെയിൻ ചെയ്യാൻ പാടില്ല, ഇതിനെ പീഡിപ്പിക്കാൻ പാടില്ല, ഇതിനെ തിരിച്ച് കാട്ടിലയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കി. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഡിസിഷൻ ഇതിനെ പറമ്പിക്കുളത്തോട്ട് വിടണമെന്നായിരുന്നു. അപ്പോൾ പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ജനങ്ങളെ, സാധാരണ ആൾക്കാരെ പറ്റി വിശ്വസിക്കുമ്പോൾ അതേതോ ഒരു ഉൾക്കാടാണെന്ന് വിചാരിക്കുക, പൊള്ളാച്ചി വഴി പോകണം അങ്ങനെയൊക്കെയാണ്. പക്ഷേ പറമ്പിക്കുളത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. കാരണം അവിടെ 5-6 ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ആൾക്കാരാണ്, ജീവനാണ്. അതിൽ ഏതിലെങ്കിലും ഇറക്കുമ്പോൾ പോയി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ അതെന്തോ ഭാഗ്യത്തിന് അത് മാറ്റി അവർ പെരിയാറിലോട്ടാണ്. പെരിയാറും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം ഉണ്ടായി. അതെ, നേരെ തമിഴ്നാട്ടിലോട്ട് പോയി. തമിഴ്നാട്ടിൽ പോയി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. എന്നിട്ടും അതിപ്പോൾ ശരിയായി, അത് മേഘമല എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ട്രാൻസ്ലൊക്കേഷൻ വേണോ അതോ കുംകീസായിട്ട് എടുക്കണോ എന്നുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം കംപ്ലീറ്റ് ബാനാണ്, ഹണ്ടിങ് ഇല്ല, ഒന്നുമില്ല. ഇതിങ്ങനെ പെരുകുകയാണ്. ആന മാത്രമല്ല, പന്നിയായാലും എല്ലാ മൃഗങ്ങളും പെരുകൊണ്ടിരിക്കുന്ന, കാട് ശോഷിച്ച് വരികയാണ്. കാടിലാണെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഇൻവേസീവ് വീഡ്സും ഇൻവേസീവ് ട്രീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ആഹാരങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. വയനാട്ടിൽ തന്നെ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ വരുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിരിക്കുന്നു. ഈ ആനയുടെ പ്രശ്നം തന്നെ നമ്മൾ ഈ കണ്ണൂരിലെയും ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എത്രയോ തവണ ചർച്ച ചെയ്തിരിക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുകയാണ്, അതിന് പെട്ടെന്ന് പരിഹാരം കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന വലിയ ആശങ്ക, ചെയ്തത് പിഴച്ചു പോകുന്നു എന്നൊരു പ്രശ്നവും കൂടി ഉണ്ട്. ശരി, ഞാൻ അങ്ങനെ തിരികെ വരാം.